നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണോ? അതെ, അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി ഒന്നും തീരില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വരാമോ? എന്റെ മോളെ അടുക്കളയിൽ കയറി പണിയെടുക്കാണെന്ന് എന്നെ കൊണ്ട് വയ്യ. ഇത് രാവിലെ എണീറ്റപ്പോ തൊട്ട് കഴുത്ത് നല്ല വേദന, എന്തോ കഴുത്ത് വെട്ടിയിട്ടുണ്ട്, നല്ല വേദന. ഈ സൈഡ് മൊത്തം നീര് വെച്ചുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ട് വയ്യ ഒന്നും അടുക്കള ഒന്നും ചെയ്യാൻ. അമ്മയ്ക്ക് വൈകി അമ്മ ഇവിടെ ഒന്നോ വീണമായോ? അധികം പണിയൊന്നുമില്ല, കുറച്ച് പച്ചക്കറി ഇറങ്ങിയാൽ മതി. ബാക്കി ഞാൻ ഉണ്ടാക്കലൊക്കെ ഞാൻ ചെയ്തോളാം. അയ്യോ, ഞാനങ്ങനെ അടുക്കളയിലൊന്നും കയറാറില്ല. അമ്മ ഇതുവരെ എന്നെ അടുക്കള കയറ്റിയിട്ട് വരില്ല. സമയമാകുമ്പോൾ കഴിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് പച്ചക്കറി ഒന്നും അരിയാൻ അറിയത്തില്ല ചേച്ചി. എനിക്കത് ആലോചിക്കുന്നത് തന്നെ പേടിയാവും. എങ്ങനെ അരിയാ? എൻ്റെ കയ്യെങ്ങാലും മുറിഞ്ഞാലോ? വേണ്ട വേണ്ട, എനിക്ക് പേടിയായി. കത്തിയൊക്കെ തൊടുക എന്ന് പറഞ്ഞാലേ എനിക്കറിയത്തില്ല. അല്ലേ അമ്മായി, എനിക്ക് ഈ അടുക്കളപ്പണിയൊന്നും അറിയാത്തോണ്ടാ. അയ്യോ, അത് വീണപാട് പറഞ്ഞത് ശരിയാ കേട്ടോ. ഈ കല്യാണം ആലോചിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവക്ക് അടുക്കളപ്പണി ഒന്നും അറിയത്തില്ല, അങ്ങനത്തെ ശീലവും ഇല്ല എന്ന്. അറിയത്തില്ല മോളെ. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞാൽ ഇവിടുത്തെ പണികളൊക്കെ എങ്ങനെ തീരുക? ഞാൻ നിങ്ങളുടെ ആരുടെയും വേലക്കാരി അല്ല കേട്ടോ, അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന ഒരാളുമല്ല. നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് മൊബൈലൊക്കെ നോക്കിയിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇവിടെ പട്ടിണിയോ നിങ്ങൾക്കൊന്നും തിന്നാനൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ പരിപാടി ശരിയാവില്ല. എല്ലാവരോടും ഒന്ന് സഹകരിച്ചാൽ ഇവിടെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും പോകും. അല്ലാത്ത പക്ഷം ഇന്നും കൂടെ ഞാൻ നോക്കും. നാളെ തൊട്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല. എല്ലാവരും കൂടി സഹകരിച്ച് പണിയെടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാനും അടുക്കളയിൽ കയറും. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ പട്ടിണി കിടക്കാം. ഓക്കെ.